തങ്ങൾക്ക് സിന്ദാബാദ് വിളിച്ച, ഇൻകുലാബ് വിളിച്ച സഖാക്കൾ 24 മണിക്കൂർ കൊണ്ട് കാവിപ്പതാക പുതക്കാൻ പാകത്തിൽ എങ്ങനെ മനസ്സ് രൂപപ്പെട്ടു വന്നത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതാണ് കേരളത്തിലും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണങ്ങളും സത്യസന്ധമായി മതരാഷ്ട്രം, ജനാധിപത്യ വിരുദ്ധം, മതേതര വിരുദ്ധം, ഭീകരവാദികൾ, തീവ്രവാദികൾ തുടങ്ങിയ ഒരു ആരോപണവും സത്യസന്ധമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം ഇതുവരെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ നാണയത്തിന്റെ മറുവശങ്ങളാണ് എന്ന് പറയുന്നവർ RSSന്റെ ഭീകരതയെ, RSSന്റെ കലാപകലുഷിതമായ വിഷലിപ്തമായ ആദർശത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഗുരുതരമായ അപകടം RSS സാധുവാണെന്ന് സമർത്ഥിക്കലാണ്, RSSന് പാദസേവ ചെയ്യലാണ്. ആരാണ് RSS എന്ന് പറയുന്നത്? എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്? അനേകം നിരപരാധികൾ ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് കുട്ടികളെയും അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളെയും തെരുവിലേക്ക് തള്ളിയിടുന്ന പ്രത്യയശാസ്ത്രമാണ് RSS എന്ന് പറയുന്നത്. അങ്ങനെ തള്ളിയിട്ട മനുഷ്യരെ കൂരയൊരുക്കി ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് ഇവിടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPIM ആണ്. CPIM-ഉം CPM-ൻ്റെ സെക്രട്ടറിയും സൈബർ പോരാളികളും ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നതിനേക്കാൾ പ്രശ്നം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വ്യാജങ്ങൾ, പച്ചക്കള്ളങ്ങൾ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനെ കുറിച്ച് പറയാറുണ്ട്, നരേന്ദ്രമോദി BJPക്ക് പ്രചാരണം നടത്താൻ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം BJP പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ദിവസങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി അവിടെ പരിപാടികൾ സംഘടിപ്പിച്ചത്. അദ്ദേഹം പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം LDFന് ലീഡ് കുറയുകയാണ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ സാധാരണ ജനങ്ങൾ ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ, ഈ വെറുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ടെസ്റ്റ് ഡോസാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്ത് സംസാരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അറ്റാക്ക് നടത്തിയതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒന്നും സംഭവിക്കുകയില്ല. നേരത്തെ അവിടെ വിശദീകരിച്ചല്ലോ, 8 പതിറ്റാണ്ടോളം ഈ രാജ്യത്ത് സുതാര്യമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്ന് രൂപം കൊണ്ടോ അന്ന് മുതൽ വളരെ ശക്തവും രൂക്ഷവുമായ എതിർപ്പുകൾ അതിജീവിച്ച പ്രസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് എതിർപ്പുകൾ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്രെഡിബിലിറ്റിയെ തകർക്കുകയില്ല, അതിൻ്റെ വളർച്ചയെ പിന്നോട്ട് വലിക്കുകയില്ല. പിന്നെന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരം ഒരു വിശദീകരണ സമ്മേളനം നടത്തുന്നത്? അത് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. CPM ഇവിടെ ദിനം ദിനേനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇടതുപക്ഷം അവരുടെ എല്ലാ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ ഇത്തരം ആരോപണങ്ങളും വ്യാജങ്ങളും കെട്ടിച്ചമക്കുന്നത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അടിച്ചിരുത്തി കളയാമെന്ന് പറയുന്നൊരു വ്യാമോഹം മാത്രമാണ്. അതൊരിക്കലും നടക്കില്ല.
ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ സംഘടനാ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ ഘട്ടത്തിലും അത് വളർച്ച രേഖപ്പെടുത്തിയ പ്രസ്ഥാനമാണ്. ഈ രാജ്യത്ത് 24 സംസ്ഥാനങ്ങളിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 24 സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റു മതസംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? അപ്പോൾ ഇത്രയധികം വിപുലമായ നെറ്റ്വർക്കുള്ള ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ അതിന് രൂപീകരിച്ച ഹൽക്ക എന്ന് പറയുന്ന അതിൻ്റെ സംസ്ഥാന ഘടകം എന്ന് പറയുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂരിലാകെ 8% മുസ്ലിങ്ങളേ ഉള്ളൂ. മണിപ്പൂരിൽ കലാപം നടന്നപ്പോൾ അവിടെ കുക്കികളും മൈത്തികളും തമ്മിലുള്ള കലാപം നടന്ന സന്ദർഭത്തിൽ ആ കലാപത്തിൽ ഒട്ടും ബാധകമല്ലാത്ത അല്ലെങ്കിൽ പങ്കുവഹിക്കാത്ത സമൂഹമാണ് മുസ്ലിങ്ങൾ. പക്ഷേ അവിടെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ് അല്ലെങ്കിൽ അവരുടെ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയത് മുസ്ലിങ്ങളാണ്. ആ ദുരിതാശ്വാസ ക്യാമ്പിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് മുസ്ലിങ്ങളുള്ള സ്ഥലത്തും അതിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. പിന്നെന്തിനാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഈ സമൂഹത്തോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗമാണ്, ഈ ദേശത്തോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗമാണ്. നമ്മളെല്ലാവരും ഈ രാജ്യത്ത് സൗഹൃദം നേടിയെടുത്തത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൂടെ സ്വാതന്ത്ര്യം മാത്രമല്ല സൗഹൃദവും ജീവൻ കൊടുത്ത് നേടിയെടുത്തവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന പോളിസി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ആദ്യത്തെ വംശീയ കലാപം, വർഗീയ കലാപം ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത് അയോധ്യയിലെ ഫൈസാബാദിലാണ് അത് രേഖപ്പെടുത്തിയത്. അതിൻ്റെ ഏറ്റവും പാരമ്യതയിലെത്തിയ സന്ദർഭമാണ് 992 ഡിസംബർ 6 എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ ആദ്യത്തെ വർഗീയ കലാപം ഉണ്ടായ സ്ഥലമാണ്. രജിസ്റ്റർ ചെയ്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ പദ്ധതി നടപ്പിലായ സ്ഥലമാണ് ഫൈസാബാദ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം 4000-ഓളം വർഗീയ കലാപങ്ങൾ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യയാണ്. ഗുജറാത്ത് വംശഹത്യ വരെ എത്തി നിൽക്കുന്ന ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾ നടന്നു. ഈ വർഗീയ കലാപങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു പോളിസിയുടെ ഭാഗമാണ്. ഈ രാജ്യം വിഭജിച്ചതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ രാജ്യം വിഭജിച്ചത്, ഈ രാജ്യത്ത് നടന്ന വംശഹത്യകളെല്ലാം ഈ പോളിസിയുടെ ഭാഗമായി നടന്നതാണ്. ഈ പോളിസിക്കെതിരെയുള്ള സമരം കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ സാഹോദര്യത്തിന് കൂടി യഥാർത്ഥത്തിൽ വേണ്ടിയായിരുന്നു ഈ പോരാട്ടം നടന്നത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പശുവിനെ വാങ്ങി വളർത്തുന്ന മുഹമ്മദ് അലി ജൗഹറിനെ നമ്മൾ കാണുന്നത്. മഹാത്മാഗാന്ധി പശുവിൻ്റെ പാല് മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്നത് കുടിക്കില്ല, വീട്ടിലുള്ള പാലേ കുടിക്കുള്ളൂ. അപ്പോൾ മഹാത്മാഗാന്ധി അതിഥിയായി വരുമ്പോൾ വീട്ടിലൊരു പശുവിനെ വാങ്ങി വളർത്തുന്ന മുഹമ്മദ് അലി ജൗഹർ കുത്തബ് മീനാറിൻ്റെ മുകളിൽ മലക്ക് വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, അബുൽ കലാം, നിനക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യം വേണോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണോ എന്ന് ചോദിച്ചാൽ മലക്കിനോട് ഞാൻ പറയും, എനിക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യം മതി, സ്വാതന്ത്ര്യം ഞങ്ങൾ നേടിയെടുത്തുകൊള്ളാം എന്നതാണ്. അപ്പം അത്ര കാവൽ നിന്ന് ജാഗ്രതയോടുകൂടി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് സമാനമായി നമ്മൾ നേടിയെടുത്ത അപൂർവ മൂല്യമാണ് ഈ രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷം എന്ന് പറയുന്നത്, സൗഹൃദം എന്ന് പറയുന്നത്. കേരളത്തിലും അങ്ങനെയാണ്. കേരളത്തിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ യഥാർത്ഥത്തിൽ മലബാർ പോരാട്ടം എന്ന് പറയുന്നതിൻ്റെ തുടക്കം തൃശ്ശൂരിൽ നിന്നാണ്, തൃശ്ശൂർ നഗരത്തിൽ നിന്നാണ്. തൃശ്ശൂർ നഗരത്തിൽ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിനെതിരായി വലിയൊരു പ്രക്ഷോഭം നടന്ന സന്ദർഭത്തിൽ, ആ പ്രക്ഷോഭം ഒരു റാലി നടന്ന സന്ദർഭത്തിൽ തൃശ്ശൂർ ടൗണിൽ, ഇന്നത്തെ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൻ്റെ ഒക്കെ ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ച് വലിയൊരു പ്രകടനം നടക്കുകയാണ്. ആ പ്രകടനം നടന്ന സമയത്ത് അതിനെ പ്രതികൂലിച്ചുകൊണ്ട് അതിനെതിരെ ആദ്യമായി നടത്തിയ ഒരു സമരമുണ്ട്. 2 വിഭാഗങ്ങൾ തമ്മിൽ ഒരു റാലി നടത്തുകയാണ്. ആ റാലിയിൽ ബ്രിട്ടീഷ് അനുകൂലികളും ബ്രിട്ടീഷ് സംവിധാനങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന് അനുകൂലികളെ അടിച്ചോടിച്ചപ്പോൾ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ സംഘടിച്ച് അതിനെതിരെ ശക്തമായ ആ റാലി നടത്തി ഉദ്ഘാടനം ചെയ്തതായിരുന്നു മലബാർ പോരാട്ടം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മലബാർ പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തൃശ്ശൂരിലെ ഈ റാലിയാണ്. അത് സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള റാലിയാണ്.
ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവർക്കെതിരെയുള്ള താക്കീതാണ്. ആ താക്കീത് നമ്മളെല്ലാവരും ഒരുമിച്ച് നടത്തിയ സമരത്തിൻ്റെ ഫലമാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ആ സൗഹാർദ്ദത്തെയാണ് ഇത്തരം ആരോപണങ്ങളിലൂടെ, ഇത്തരം ഭീകരവൽക്കരണമായ പ്രക്രിയകളിലൂടെ, ഒരു പ്രത്യേക സമൂഹത്തെ പൈശാചികവൽക്കരിക്കുന്നതിലൂടെ തകർക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു വിശദീകരണ സമ്മേളനം വെക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു വിശദീകരണ സമ്മേളനം, ഈ സൗഹൃദം തകർക്കുന്നത് ആരായാലും അത് ചെയ്യരുതെന്ന് പറയാൻ, അവരുടെ കയ്യിന് പിടിക്കാൻ ആദ്യം ഈ സംസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ബ്രിട്ടീഷ് ബാബരി മസ്ജിദിൻ്റെ തകർച്ച നടന്നപ്പോൾ ഇവിടുത്തെ രണ്ട് മതസമൂഹങ്ങൾ തമ്മിലുള്ള മാനസികമായ അകലം നടന്ന സന്ദർഭത്തിൽ ആ അകലം കുറക്കാൻ വേണ്ടി ഇതേ നഗരത്തിൽ തൃശ്ശൂരിൽ രണ്ട് സമുദായം, ഇവിടത്തെ കേരളത്തിലെ മുഴുവൻ സമുദായങ്ങളെയും ഒരു വേദിയിൽ അണിനിരത്തി സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷം കൈമാറി അകന്നുപോയ ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇതേ നഗരത്തിലാണ് നടന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ഈ സൗഹാർദ്ദത്തെ തകർക്കുമ്പോൾ തകർക്കരുത് എന്ന് പറയാൻ ആര് എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിലും ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്ന പ്രസ്ഥാനമായിരിക്കും ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടുകൂടിയാണ് ഈ വിശദീകരണ സമ്മേളനം ഇവിടെ വെക്കാൻ നമ്മൾ ആലോചിച്ചതും അത് നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ രാജ്യത്തെ സൗഹൃദത്തിനും സാഹോദര്യത്തിനും കടക്കൽ കത്തിവെക്കുന്ന പ്രചാരണങ്ങളാണ് കഴിഞ്ഞ 9 വർഷമായി ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഒരുപാട് വിവാദങ്ങൾ, 10-60 ഉദ്ധരണികൾ എൻ്റെ അടുത്തുണ്ട്. അതിപ്പോൾ ഉദ്ധരണികളെല്ലാം ഇവിടെ പറഞ്ഞ് സമയം ഞാൻ കളയുന്നില്ല. ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം ഞാൻ മെൻഷൻ ചെയ്യാം. അതിലേറ്റവും ഭീകരമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM എടുത്ത ഒരു ആരോപണം എന്ന് പറയുന്നത്. ആരോപണം എന്ന് പറയുന്നത് എന്തായിരുന്നു? പഹൽഗാം വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഈ ഇന്ത്യയിൽ അതിന് അപലപിക്കാത്ത ഏക മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ പിറ്റേ ദിവസം പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ് പറഞ്ഞത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ ഏത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണെങ്കിലും നിങ്ങളെടുത്ത് പരിശോധിക്കേണ്ടത് അത് അത്യന്തം അപകടകരമായൊരു പ്രസ്താവനയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന കേരളത്തിൽ സംഘപരിവാറിൻ്റെ ഒരു പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു നേതാവും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ട് പോലും ഒരു നേതാവ് ഏറ്റെടുത്തിട്ടില്ല. ആര്? സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ ഏറ്റെടുക്കാൻ പോലും 2 വട്ടം ആലോചിക്കുന്ന ഇത്രയും വിഷലിപ്തമായ ഒരു പ്രചാരണം കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ്റെ ഭാഗത്തുണ്ടാവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പിറ്റേ നമുക്കറിയാം, ഇത് 2 ദിവസം 3-4 ദിവസം അപ്പുറത്തേക്കുള്ള ഒരു ഫേസ്ബുക്ക് പേജ് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഇതിലെന്തെങ്കിലും പ്രസ്താവിച്ചിട്ടുണ്ടോ എന്ന്. അത് മറിച്ചു നോക്കാൻ പോലും തുനിയാതെ എല്ലാ ആളുകൾക്കും കാണുന്ന, ലൈവായി കാണാൻ കഴിയുന്ന ഇത്രയും നഗ്നമായൊരു സത്യത്തെ മൂടി വെച്ചുകൊണ്ട് വലിയൊരു കളവ് എന്തിനാണ് ഇവിടെ സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഉത്തരേന്ത്യയിലൊക്കെ നമുക്കറിയാം, ഇവിടെ പാകിസ്ഥാൻ അനുകൂലികളാണ് മുസ്ലിങ്ങൾ എന്നത് സംഘപരിവാറിൻ്റെ ഒരു വാദമാണ്. UP-യിലും അതുപോലെ തന്നെ ഹാഫിൽ ജുനൈദിനെ തല്ലിക്കൊന്നത് ട്രെയിനിൽ എന്തിനാണ്? പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ കോട്ടക്കൽ പറപ്പൂരിൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി തല്ലിക്കൊന്നത് എന്താണ്? പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പാകിസ്ഥാൻ അനുകൂലികളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന ഒരു നരേഷൻ ഉണ്ടാക്കുകയും അങ്ങനെ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലാൻ പാകത്തിലുള്ള ഒരു വിദ്വേഷം അതിലൂടെ വമിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയിൽ സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് UP-യിലും അതുപോലെയുള്ള ഹിന്ദി ബെൽറ്റുകളിലും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ക്രിക്കറ്റ് മത്സരം ഉണ്ടായാൽ പാകിസ്ഥാൻ തോറ്റാലും ജയിച്ചാലും ഈ ആളുകൾക്ക് അടികൊള്ളും, ലിഞ്ചിങ്ങിന് വിധേയമാകും, തല്ലിക്കൊലകൾക്ക്, ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇവർ വിധേയമാവുകയാണ്. കാരണം വിധേയമാകുന്ന എന്തുകൊണ്ടാണ്? ഇത്തരം അപകടകരമായ പ്രസ്താവനകൾ അന്തരീക്ഷത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ അതൊരിക്കലും അങ്ങനത്തെ ഒരു പ്രസ്താവനകളോ, പ്രോ പാകിസ്ഥാനികളാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നൊരു നരേശനോ ഒരു പാർട്ടിയുടെ ഭാഗത്ത് ചില ആളുകളൊക്കെ ഒറ്റപ്പെട്ട് പറഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതാദ്യമായി ഉണ്ടായ സന്ദർഭമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് അത്രയും ഭീകരമായ ഒരു ചെറിയ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടിക്ക് പോലും മറിച്ചു നോക്കിയാൽ വസ്തുത ബോധ്യമാവുന്ന ഈ കാര്യത്തെ ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും വലിയ കളവ് പ്രചരിപ്പിക്കുന്നത് ബോധപൂർവമായ ഏറ്റവും ഹൈ ഡെൻസിറ്റിയുള്ള ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് നിലമ്പൂരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ മാത്രം ബാധിക്കുന്നതല്ല.
കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും അതിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് അവർ നടത്തുന്നത്. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത അതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്നതൊരു നാട്ടക്കുറി മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് ഇസ്ലാമും മുസ്ലിങ്ങളുമാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നാട്ടക്കുറിയായി സ്ഥാപിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ബിംബം. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആക്രമിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിനത് ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സൗഹൃദ സാഹോദര്യ സഹവർത്തിത്വ മനസ്സിനെ മാരകമായി മുറിവേൽപ്പിച്ച വിവാദങ്ങൾ, ഒന്ന് TP ചന്ദ്രശേഖരന്റെ വധത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികൾ മുസ്ലിങ്ങളാണെന്ന് ധരിപ്പിക്കുന്ന വാർത്ത പാർട്ടി ചാനലിൽ വരികയാണ്. അതിന് ഉപോത്ഭകമായി അവിടെ മാഷ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ, അതിലാണ് പ്രതികൾ വന്നതെന്നൊരു ജൽപ്പനം നടത്തുകയാണ്. അപ്പം മാഷ അല്ലാ സ്റ്റിക്കർ, അതുപോലെ തന്നെ ഈ അടുത്ത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വടകരയിൽ, അതേ സ്ഥലത്ത് തന്നെ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ടും അതുപോലെ മാഷ അല്ലാ സ്റ്റിക്കറും എന്ന് പറയുന്നത് ഇടകലർന്ന് സഹവർത്തിത്വത്തോടു കൂടി ജീവിച്ച് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെ പ്രപിതാക്കന്മാർ നടത്തിയ സമരത്തിൻ്റെ മൂല്യങ്ങളിൽ ജീവിക്കുന്ന ഈ സംസ്ഥാനത്തെ ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള കലഹമാണ് യഥാർത്ഥത്തിലൂടെ ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം വിവാദങ്ങളിലൂടെ. ആ വിവാദങ്ങളിലൂടെ ഇവരെ തകർക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെടുത്ത് നോക്കുക മലപ്പുറം ജില്ലയെക്കുറിച്ച്, അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ച്. ലവ് ജിഹാദ് എന്ന് പറയുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നത്. ഡൽഹിയിൽ പോയാൽ കുറച്ചുകൂടി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുന്ന ശീലം ഇവർക്കുമുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിക്കണം. അദ്ദേഹം ഡൽഹിയിൽ പോയിട്ടാണ് ഈ അഭിമുഖം നടത്തുന്നത്. അപ്പം ലവ് ജിഹാദ് കേരളത്തിലുണ്ടെന്നും കേരളം 2040 ആകുമ്പോഴേക്കും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആകുമെന്നും പറയുന്നത് കേരളത്തിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രിയാണ്, ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ലവ് ജിഹാദിനെതിരെ നിയമങ്ങൾ ഉണ്ടാക്കി. ഇന്നലെ UP നിങ്ങൾ എടുത്തു നോക്കുക, പരിശോധിക്കുക. ഇന്നലെ 3-4 വീടുകൾ തകർത്തു ലവ് ജിഹാദ് ആരോപിച്ചിട്ടാണ്. അപ്പൊ UP അധികാരികൾക്ക് ലവ് ജിഹാദ് ആരോപിച്ച് ബുൾഡോസ് ചെയ്യാൻ അവിടുത്തെ വീടുകൾ പാകപ്പെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞതല്ലല്ലോ എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. കേരളത്തിലൊരു മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അപ്പൊ യോഗി ആദിത്യനാഥ് അടക്കമുള്ള ആളുകൾ ഈ അവരുടെ വർഗീയവും വംശീയവുമായ നിയമത്തിനു വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷത്തെ റഫർ ചെയ്യുന്ന കാലമാണ് ഇന്ന് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. യഥാർത്ഥത്തിൽ ഈ അന്തരീക്ഷത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സംഘപരിവാറാണ്. സംഘപരിവാർ മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ എയർപോർട്ടിലൂടെ വരുന്ന പണങ്ങളെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞ് 18 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അത് തിരുത്തുന്നത് വെച്ചാൽ അത് PR ഏജൻസി പറഞ്ഞതാണ്. അതും വലിയ രസമുണ്ട്. PR ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടേഷൻ കൊടുത്ത ആളുകളാണ്. അത് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലാതെ ഒരിക്കലും PR ഏജൻസി വേറെ ഒരു കാര്യം പറയില്ല. അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചേർക്കില്ല. നമ്മൾ കല്യാണത്തിന് ഈവന്റ് മാനേജ്മെന്റ് ടീമിനെ വിളിച്ചിട്ട് നമ്മൾക്ക് മെനു നമ്മളാണ് കൊടുക്കുക. നമ്മോട് ഇഷ്ടവും സ്നേഹം ഉണ്ടെന്ന് കരുതിയിട്ട് ഒരു മട്ടൺ ബിരിയാണി അധികം ഈവന്റ് മാനേജ്മെന്റ് തരില്ല. നമ്മൾ കൊടുത്ത കൊട്ടേഷനാണ് നടപ്പിലാക്കുക. അതേപോലെയാണ് യഥാർത്ഥത്തിൽ ഏജൻസികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജൻസികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ CPM-ന്റെ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അദ്ദേഹം നിഷേധിക്കാൻ ഇത്ര സമയം എന്തിനടുത്തെന്ന് ചോദിച്ചാൽ ഈ സമയം കൊണ്ട് ഗോദി മീഡിയ എന്ന് പറയുന്ന സംഘപരിവാർ അനുകൂല മീഡിയകളിലെല്ലാം ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്. അന്തിച്ചർച്ച നടക്കുകയാണ്. ഇപ്പം മലപ്പുറം ജില്ലയെക്കുറിച്ച് നേരത്തെ രൂപീകരിച്ചൊരു നരേശൻ സംഘപരിവാറിന് വളരെ എളുപ്പമാണ്. എന്നിട്ട് അവരോട് ചോദിച്ചാൽ പറയും ഞങ്ങളല്ലേ പറയണത്, കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത്, ഒന്ന് ഈ രാജ്യത്തെ വിലയേറിയ സൗഹൃദത്തെ ആഴത്തിൽ പരിക്കേൽപ്പിക്കുന്നു. രണ്ടാമത്തത് സംഘപരിവാറിന് ആവശ്യമായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ പത്രസമ്മേളനം നടത്തിയിട്ടൊരു വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തുന്നത്. കാരണം ഡൽഹിയിൽ പോയി നടത്തുന്നത് ഇവിടെ പറയേണ്ട കാര്യങ്ങളൊക്കെ സഖാവ് ഗോവിന്ദൻ പറയുന്നുണ്ട്, പിണറായി വിജയൻ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിൽ അപ്പുറമായി ഒന്ന് പറയാൻ 2 വട്ടം ആലോചിക്കേണ്ട ഗതികേട് രാജീവ് ചന്ദ്രശേഖരന് പോലും കേരളത്തിൽ വരികയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ BJP അപ്രസക്തമാക്കുന്ന രീതിയിൽ BJPക്ക് ആവശ്യമായ എല്ലാ ഉരുപ്പടികളും മരുന്ന് മാത്രമല്ല, ഒരു മരുന്ന് ഫാക്ടറി തന്നെ യഥാർത്ഥത്തിൽ CPM ഇവിടെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണഫലമാർക്കാണ്.
ആത്യന്തികമായി അതിന്റെ ഗുണഫലം യഥാർത്ഥത്തിൽ BJPക്ക് തന്നെയാണ്. അതാണ് എന്ന് തൃശ്ശൂർക്കാരോട് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. തൃശ്ശൂർ അതിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ്. കാരണം കഴിഞ്ഞ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തി നിൽക്കുകയാണ്. അപ്പൊ BJPയുടെ ഒരു അധികാരത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ CPM ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് രണ്ടാമത് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് ചോദിച്ചാൽ, ഇത് CPM-ന്റെ വളർച്ചക്കല്ല സഹായിക്കുക. CPM-ന്റെ വളർച്ചക്ക് സഹായിക്കണമെങ്കിൽ നമുക്കൊന്ന് സഹിച്ചു കൊടുക്കാം. CPM വളർന്നോട്ടെ, CPM ഭരിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല എന്ന് വെക്കാം. പക്ഷേ ഇതിന്റെ രണ്ടാമത്തെ നെറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJP-യാണ് ഇവിടെ ഭരിക്കുക. അതുകൊണ്ട് സംഘപരിവാറാണ് വരിക. അങ്ങേയറ്റം വിഷലിപ്തമായ ഐഡിയോളജിയുമായി ഈ രാജ്യത്തിന്റെ എല്ലാ ഞരമ്പുകളിലും വംശീയതയുടെ ആഴം സ്പർശിക്കാൻ നമുക്ക് കഴിയുന്ന രീതിയിൽ അതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയമാണ് സംഘപരിവാറിന്റെ ആശയം എന്ന് പറയുന്നത്. ആ സംഘപരിവാറിന്റെ ആശയം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അവിടെ നിങ്ങൾ ഓരോന്നെടുത്ത് നോക്കുക, അത് അത്ര ആഴത്തിലുള്ളതാണ്. ഒരു ആസാമിലെ ഒരു ഫോട്ടോഗ്രാഫർ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ദേഹത്ത് ചാടി തിമർക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് മനുഷ്യന്റെ മേലിൽ ഒരു ഫോട്ടോഗ്രാഫർ, ഒരു മനുഷ്യൻ എങ്ങനെ ചാടാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ചതാണ്. പക്ഷെ അതിന് പറ്റും എന്നതാണ്. 8 വയസ്സുകാരനായ മുഹമ്മദ് അസീം എന്ന് പറയുന്ന ഒരു കുട്ടിയെ തലങ്ങും ബലങ്ങും തല്ലി ആ കുട്ടിയുടെ ശരീരത്തിന്റെ മുഴുവൻ ഇന്റേണൽ പാർട്സുകളെയും കലക്കി അത്ര മാരകമായ രീതിയിൽ 8 വയസ്സുകാരനെ ഡൽഹിയിൽ തല്ലിക്കൊല ചെയ്യുന്ന, എങ്ങനെയാണ് ഒരു കുട്ടിയോട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? ബിൽക്കീസ് ബാനു നമ്മുടെ മുന്നിലുണ്ട്. ഭ്രൂണം കത്തിച്ച് ചാമ്പലാക്കിയ ഗുജറാത്തിലെ കലാപകാരികൾ നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനൊക്കെ എങ്ങനെ കഴിയും എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ അന്തം വിട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇതിനേക്കാൾ വലുത് കഴിയുന്നതിന്റെ പേരാണ് വംശീയത എന്ന് പറയുന്നത്. ആ വംശീയത ഈ സംസ്ഥാനത്തും കൊണ്ടുവരാൻ ആവശ്യമായ മണ്ണൊരുക്കുന്ന പ്രവൃത്തിയാണ് CPM ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടാമതായി നിങ്ങളുടെ കൈന് പിടിക്കാൻ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നത് ഇത് അപകടമാണ് എന്ന് പറയാനാണ്, ഇത് ശരിയല്ല എന്ന് പറയാനാണ്. കാരണം സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം തകർക്കുന്നത് പോലെ അപകടകരമാണ് ആ വിദ്വേഷത്തിന്റെ അന്തരീക്ഷത്തിന്, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് ഇവിടെ അധികാരവും ആധിപത്യവും നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത് സംഘപരിവാർ യഥാർത്ഥത്തിൽ വഴിയൊരുക്കുന്ന രീതിയാണ്, സമീപനമാണ് ഇവരെ സ്വീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സവിശേഷമായ ചില ആരോപണങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട്. ഒന്ന് മതരാഷ്ട്രവാദം എന്നതാണ്. മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് മതരാഷ്ട്രവാദം എന്ന് ഉന്നയിക്കുന്നവരാണ് വ്യക്തമാക്കേണ്ടത്. യൂറോപ്പിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന തിയോക്രസി ഉണ്ട്. ആ തിയോക്രസിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നെങ്കിൽ സയ്യിദ് അബുൽ അല മൗദൂദി, ഈ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ച സ്ഥാപക നേതാവ്, യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായി നിങ്ങളെക്കാൾ കൂടുതൽ ഈ മതരാഷ്ട്രവാദത്തെ കൈകാര്യം ചെയ്ത ആളാണ്. അല്ല, മതരാഷ്ട്രവാദം എന്ന പദം ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമാണ് എന്നാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം ലക്ഷ്യമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ നേരത്തെ ഇവിടെ ലക്ഷ്യം വിശദീകരിച്ചല്ലോ, മതരാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് എഴുതി വെക്കണം. അങ്ങനെ ഒരു വാക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിലില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിലില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ മതരാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രസംഗിച്ച ഒരു ക്ലിപ്പും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ആരോപണമാണ്. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ചില രാഷ്ട്രീയ മൂല്യങ്ങളെ തകർക്കുകയാണ്. സംഘപരിവാറിന് സമാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമമാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താണ് മതരാഷ്ട്രം? ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ ഉദ്ദേശിച്ച മതരാഷ്ട്രം യൂറോപ്പിൽ നേരത്തെ ഉണ്ടായിരുന്നാണെങ്കിൽ അത് നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല, നിങ്ങളെക്കാൾ വലിയ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത ആളുകളാണ്. രണ്ടാമത്തെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമാണ് മതരാഷ്ട്രമെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ തുറന്നു വെല്ലുവിളിക്കാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഭരണഘടനയിലോ അതിൻ്റെ അടിസ്ഥാന സാഹിത്യങ്ങളിലോ ഞങ്ങളുടെ ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കലാണ് എന്നെവിടെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ ഇന്നവരെ കഴിയില്ല. മൂന്നാമത്, ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മദീനയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഒരു രാഷ്ട്രമുണ്ട്, മദീന മുനവ്വറ. ആ മദീന മുനവ്വറ രാഷ്ട്രക്രമം നിലവിൽ വന്നിരുന്നു. ആ രാഷ്ട്രക്രമം ഇസ്ലാമിന്റെ സമ്പൂർണതയുടെയും സമഗ്രതയുടെയും ഭാഗമാണ്. മതകാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, വ്യക്തി, അതുപോലെ കുടുംബം, അതുപോലെ അങ്ങാടി, മാർക്കറ്റ്, കച്ചവടം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉള്ളടങ്ങിയതുപോലെ ഇസ്ലാമിൽ രാഷ്ട്രീയവും ഉണ്ട്. ആ രാഷ്ട്രീയവും സ്ഥാപിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയാണ്. അതൊരാൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രാഷ്ട്ര മാതൃകയല്ല, ഏതെങ്കിലും ആളുകളെ അന്യായമായി കൊല ചെയ്യുന്ന രാഷ്ട്ര മാതൃകയല്ല.
എല്ലാവരെയും ഇൻക്ലൂസീവ്നെസ് പ്രകടിപ്പിച്ച ഒരു രാഷ്ട്രീയ മാതൃകയാണ് മദീന മുനവ്വറ എന്ന് പറയുന്നത്. അവിടെ എഴുതപ്പെട്ട 56 ഖണ്ഡികകളുടെ ഭരണഘടനയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മദീന ചാർട്ടർ. ഈ ചാർട്ടറിൽ 2/3 ഭാഗവും യഥാർത്ഥത്തിൽ അവിടുത്തെ മതവിശ്വാസികളായ ജൂത ക്രിസ്ത്യാനികളെ ആളുകളെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇങ്ങനെ ഇൻക്ലൂസീവ്നെസ്, ഡെമോക്രസി ലോകത്ത് ഉദയം ചെയ്യുന്നതിന് മുമ്പ് ലോകത്ത് പരിചയപ്പെടുത്തിയ ഒരു രാഷ്ട്ര മാതൃകയാണ് മദീന മുനവ്വറ എന്ന് പറയുന്നത്. ഞങ്ങൾ അതിനെയാണ് മതരാഷ്ട്രം എന്ന് പറയുന്നെങ്കിൽ അത് കൂടുതൽ വ്യക്തമാക്കി പറയണം. ഞങ്ങൾ മദീനയിൽ മുഹമ്മദ് നബി ഇങ്ങനെ ഉണ്ടാക്കിയ രാഷ്ട്രത്തെയാണ് ഞങ്ങൾ മതരാഷ്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം കാര്യമല്ല, അതെല്ലാവരുടെയും കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ മറപിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ചില മൂല്യങ്ങൾ അറ്റാക്ക് ചെയ്യുക എന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പി ജയരാജൻ എഴുതിയ പുസ്തക പ്രകാശനത്തിൽ മുഖ്യമന്ത്രി പറയാണ്, ജമാഅത്തെ ഇസ്ലാമി ഖലീഫമാരുടെ കാലത്തേക്കാണ് ആളുകളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഏത് ഖലീഫമാർ? ഉമർ അൽ ഖത്താബ്, സിദ്ദീഖുൽ അക്ബർ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് എന്ന് ലോകത്തെ മുസ്ലിങ്ങൾ ഭിന്നതയില്ലാതെ അംഗീകരിക്കുന്ന ഖലീഫമാരുടെ കാലത്തേക്കാണ്. അപ്പൊ ഖലീഫമാർ ആരുടേതാണ്? ലോകത്തെ എല്ലാ മനുഷ്യരുടേതുമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഖലീഫമാർ, ഖുലഫാ റാഷിദൂൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജമാഅത്തെ ഇസ്ലാമി ആക്രമിക്കുക എന്ന വ്യാജേനെ ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്കെതിരെ അറ്റാക്കിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന എന്ന് പറയുന്നത്. യഥാർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഖലീഫമാരുടെ കാലത്തിന് പ്രശ്നം? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മഹാത്മാഗാന്ധി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം നീതി സമം എന്നെഴുതിയാൽ അപ്പുറത്ത് എഴുതാൻ പറ്റുന്ന ലോക ചരിത്രത്തിൽ ആദ്യത്തെ പേര് ഉമർ അൽ ഖത്താബിന്റെ പേരാണ്. ലോകത്ത് അതിന് സംശയമില്ല. രണ്ടാമത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നീതി നടപ്പിലാക്കാൻ വേണ്ടി അഹോരാത്രം ഉറക്കൊഴിച്ച മനുഷ്യർ അവരാലോചിച്ച് നോക്കേണ്ടത്. അല്ലാതെ ഒരു മെഡിക്കൽ കോളേജ് പൊളിഞ്ഞാടുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോകുന്ന ഭരണാധികാരിയെ നിങ്ങൾക്ക് ഖലീഫമാരിൽ കാണാൻ കഴിയില്ല. യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്നു ചത്താൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞുപോയ ഒരു ഭരണാധികാരിയാണ് ഖലീഫ എന്ന് പറയുന്നത്. അന്യായമായി ഒരു മനുഷ്യനെയും ഒരു ജീവിയെയും വധിക്കുന്നത് വൻപാപമാണെന്ന് പഠിപ്പിച്ച് മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ ഇടങ്ങളും അവസരങ്ങളും നൽകി ലോകത്ത് ഡെമോക്രസിയും നാഷൻ സ്റ്റേറ്റുകളും രൂപപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും മനോഹരമായ ഒരു ഇൻക്ലൂസീവ്നെസിന്റെ സംസ്കാരം യാ അയ്യുഹന്നാസ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം അതേപടി ലോകത്ത് പുലർത്താൻ പ്രയത്നിച്ച ഭരണാധികാരികളാണ് ഖലീഫമാരെന്ന് പറയുന്നത്. ആ ഖലീഫമാരെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വിമർശിച്ചത്. അപ്പം ഞാൻ ആവർത്തിച്ചു പറയാണ്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശിക്കുമ്പോൾ ആ വിമർശനം ജമാഅത്തെ ഇസ്ലാമിയിൽ മാത്രം പരിമിതപ്പെടുമെന്ന് കരുതി അതിന് ചൂട്ടുപിടിക്കാൻ നിന്നാൽ, അതിനാവശ്യമായ ഇന്ധനമൊഴിക്കാൻ നിന്നാൽ, അതിനാവശ്യമായ പ്രചാരണവും മാർക്കറ്റും പേജും സ്റ്റേജും അതുപോലെ തന്നെ സംവിധാനങ്ങളും ഒരുക്കാൻ ഏതെങ്കിലും മതസംഘടനകൾ തയ്യാറായാൽ നിങ്ങളുടെ കൂടി അസ്തിത്വത്തെയും ആദർശത്തെയും നിങ്ങളുടെ കൂടി അടിസ്ഥാനത്തെയുമാണ് ഇവർ കൈകാര്യം ചെയ്യുന്ന വിവേകബുദ്ധി പ്രകടിപ്പിച്ചില്ലെങ്കിൽ CPM-ന്റെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് മാത്രമല്ല, നിങ്ങൾക്കിടയിലുള്ള കാലിൻ്റെ അടിയുടെ മണ്ണും ഒലിച്ചു പോകുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്കെതിരെയുമുള്ള ആക്രമണമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഇവിടെ കേരളത്തിലെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പറയുന്നത് എന്താണ്? ഡൽഹിയിലും കേന്ദ്ര സർവകലാശാലയിലുമൊക്കെ യഥാർത്ഥത്തിൽ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്നാണ്. റിക്രൂട്ട്മെന്റ് നടക്കുന്നു, അതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് ചില സംവിധാനങ്ങളുണ്ട് അദ്ദേഹം എണ്ണി പറയാൻ. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ റിക്രൂട്ട്മെന്റ് ജിഹാദ് എന്നൊരു പദപ്രയോഗം തന്നെ കേരളത്തിന് അദ്ദേഹം സംഭാവന ചെയ്യാൻ. അതിൻ്റെ ഫലമെന്തായി? കേരളത്തിന് പുറത്തുള്ള ഈ സർവകലാശാലകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം തേടിപ്പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കിയത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഈ അവസ്ഥ ഉണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചപ്പോഴാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, അത് ഈ സംസ്ഥാനത്തെ ഇവിടുത്തെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ മാർക്ക് ജിഹാദ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ജിഹാദ് എന്ന പേരിൽ നടത്തുന്ന ഈ പ്രസംഗത്തിൻ്റെ അനന്തരഫലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരെ രണ്ടാമതുന്നയിക്കുന്ന ആരോപണം ഇവർ ഭീകരവാദികളും തീവ്രവാദികളുമെന്നാണ്. ഭീകരവാദികളും തീവ്രവാദികളുമാണ്. ആരാണ് ഉന്നയിക്കുന്നതെന്ന് നമ്മൾ മാറ്റിവെക്കാം തൽക്കാലം. രണ്ടാമത്തെ കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദ പ്രസ്ഥാനമാണ്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വിമർശനം ഉന്നയിച്ച ആളുകൾ അത് ഫണ്ടമെന്റലിസ്റ്റുകളായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഫണ്ടമെന്റലിസം എന്ന പദപ്രയോഗമാണ്
നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടി വിമർശകർ ഉപയോഗിച്ചിരുന്നത് ഭീകരവിരുദ്ധ യുദ്ധത്തിന്റെ ഭാഗമായി വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോൾ അഫ്ഗാനിലേക്കും ഇറാഖിലേക്കും ഒക്കെ അമേരിക്ക നടത്തിയ യുദ്ധത്തിൽ അമേരിക്ക ഡെവലപ്പ് ചെയ്തൊരു പദമാണ് ടെററിസം എന്ന് പറയുന്നത്, ഭീകരവാദം എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെയും നയത്തെയും ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം എന്ന് പറഞ്ഞ്, മുതലാളിത്തം എന്ന് പറഞ്ഞ് അതിനെ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കലാണ് ഞങ്ങളുടെ ആശയത്തിന്റെ സൗന്ദര്യമെന്ന് പ്രഘോഷിക്കുന്നവരാണ്. അമേരിക്ക ഇമ്പോർട്ട് ചെയ്ത അതേ പദം ഇവിടെ ഉപയോഗിക്കാൻ, ഭീകരത, തീവ്രവാദം എന്ന പദപ്രയോഗങ്ങൾ അവർ ഉപയോഗിക്കാൻ. അമേരിക്ക എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? പാവപ്പെട്ട അഫ്ഗാനികളെ 17 ലക്ഷം മിഡിൽ ഈസ്റ്റിലെ കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കൊന്നൊടുക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ച പദാവലിയാണ് ഭീകരവിരുദ്ധ യുദ്ധം എന്ന് പറയുന്നത്. അതേ പദാവലി യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉപയോഗിക്കാൻ, ഒന്നുകൂടി കടന്നുപോയാൽ മുസ്ലിം സംഘടനകൾക്കെതിരെയും ഉപയോഗിക്കാൻ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു പുസ്തകം പറഞ്ഞു, കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് CPM-ന്റെ സമുന്നതനായ നേതാവ് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതൊന്ന് മറിച്ചു നോക്കിയാൽ, വായിക്കൊന്നും വേണ്ട, മറിച്ചു നോക്കിയാൽ മതി. മറിച്ചു നോക്കിയാൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ സബ് ടൈറ്റിലുകൾ മാത്രം വായിച്ചാൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളെയും തീവ്രവാദികളും ഭീകരവാദികളുമാക്കിയത് നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. മുസ്ലിം ലീഗിനെ കുറിച്ച് പാകിസ്ഥാൻ വാദം ഉന്നയിച്ച സംഘടനയാണ് എന്ന ആരോപണം അതിലുണ്ട്. അതുപോലെ തന്നെ AP വിഭാഗത്തെക്കുറിച്ചുണ്ട്, സമസ്തയെക്കുറിച്ചുണ്ട്, അതുപോലെ തന്നെ സലഫി മൂവ്മെന്റുകളെ കുറിച്ചുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്തായാലും അതിലുണ്ടാകും എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ എല്ലാ സംഘടനകളെ കുറിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരെ, ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് അതാണല്ലോ, ആ തെരഞ്ഞെടുപ്പിൽ വരെ CPM-ന് പിന്തുണ കൊടുത്ത PDP കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ സായുധവൽക്കരിച്ചു എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയും ഇതിൽ നിന്ന് ഒഴിവല്ല. അല്ല, ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞങ്ങളുടെ ക്യൂവിലും ലിസ്റ്റിലും ബ്ലാക്ക് മാർക്കിലും മറ്റെല്ലാ സംഘടനകളും ഉണ്ട് എന്നതിൻ്റെ മാനിഫെസ്റ്റോയാണ് P. ജയരാജന്റെ പുസ്തകം എന്ന് പറയുന്നത്. എല്ലാ സംഘടനകൾക്കും ഈ ചാപ്പ കിട്ടും, ഈ മുദ്ര കിട്ടും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ സൂംബ വിവാദം വന്ന സമയം. സ്കൂളുകളിൽ ഈ ഡാൻസ് വിവാദം നടന്നപ്പോൾ അതിനെതിരെ മുസ്ലിം സംഘടനകൾ പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമി അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കുന്നതിന് മുമ്പ് പല സംഘടനകളും പ്രതികരിച്ചു. ആ സംഘടനകൾക്ക് ഇവർ ചാർത്തിക്കൊടുത്തിയ മുദ്രകൾ എന്താണ്? താലിബാനി, ഭീകരവാദി, തീവ്രവാദി, മത റിപ്പബ്ലിക്കിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, മതരാഷ്ട്രത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർ. ജമാഅത്തെ ഇസ്ലാമി ഈ ചിത്രത്തിൽ എവിടെയുമില്ല. പക്ഷേ ഈ മുദ്രകളെല്ലാം കിട്ടിയത് ഈ മുസ്ലിം സംഘടനകൾക്കാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ മുദ്ര എന്ന് പറയുന്നത് ഏത് മുസ്ലിം സംഘടനയുടെ മേലും ചാർത്താൻ പാകത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ലഭിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ പുസ്തകവും ഈ വിവാദവും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭീകരവാദം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒന്നാമത്തെ കാരണം അതിനെ ധാർമ്മികമായി ആ പദാവലി ഉപയോഗിക്കാൻ CPM-ന് കഴിയുമോ എന്നാണ്. കാരണം അവരെതിർക്കുന്ന സാമ്രാജ്യത്വ പദാവലിയിൽ പ്രധാനപ്പെട്ട പദാവലിയാണ് ടെററിസം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ജമാഅത്തെ ഇസ്ലാമി എന്ത് ഭീകര പ്രവർത്തനമാണ് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. 80 കൊല്ലമായി ജമാഅത്തെ ഇസ്ലാമി, 80ഓളം കൊല്ലമായി, ഈ 8 പതിറ്റാണ്ട് കാലമായി 10-24 സ്റ്റേറ്റുകളിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നേ വരെയുള്ള പ്രവർത്തികളിൽ ഭീകരവാദത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ ലാഞ്ചനകൾ പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. എന്നു മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഒട്ടും കക്ഷിയല്ലാത്ത, മുസ്ലിങ്ങൾ ഒട്ടും കക്ഷിയല്ലാത്ത മണിപ്പൂരിൽ ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവും തമ്മിൽ തർക്കിച്ചപ്പോൾ, സംഘർഷത്തിലകപ്പെട്ടപ്പോൾ, വീടും ആരാധനാലയങ്ങളും പരസ്പരം ചുട്ടരിച്ചപ്പോൾ, ആളുകൾ തമ്മിൽ വെട്ടിനുറുക്കിയപ്പോൾ ആളുകളുടെ മുന്നിലേക്ക് സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മന്ത്രവുമായി എത്തിച്ചേർന്നത് ഈ പ്രസ്ഥാനമാണ്. അത് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാക്കാനാണ്. ഗുജറാത്ത് വംശഹത്യ നടന്ന സന്ദർഭത്തിൽ, മുസഫർ നഗറിൽ വംശീയ കലാപം നടന്ന സന്ദർഭത്തിൽ, കിഴക്കൻ ഡൽഹിയിലെ ജഫറാബാദിൽ വർഗീയ കലാപം നടന്ന സന്ദർഭത്തിൽ, ഈ സമീപകാലത്ത് നടന്ന ഇന്ത്യയിലെ കലാപ സന്ദർഭങ്ങളിലെല്ലാം അവിടെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആ മനുഷ്യരെ, മുറിവേറ്റ മനുഷ്യരെ ജാതി മതഭേദമന്യേ ചേർത്ത് പിടിക്കാൻ ഓടിയെത്തിയ, ആ ഭൂമിയിലേക്ക് ആദ്യമെത്തിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭീകരവാദത്തിലും അതിന് മാസ്റ്റർ റോളില്ല എന്ന് മാത്രമല്ല, ഇത്തരം പ്രവർത്തികൾക്കിരയായ മനുഷ്യരെ ചേർത്ത് പിടിച്ച ചരിത്രമാണ് 8 പതിറ്റാണ്ട് കാലമായി ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് പയറ്റിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇനി പ്രവർത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ഭീകരവാദമാണ്.
അവരുടെ പ്രവൃത്തി ഭീകരവാദമല്ല. അവരുടെ ആശയം എന്ന് പറയുന്നത് ഭീകരതയും തീവ്രതയുമാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ആശയം ഭീകരത ഉള്ളതാണെങ്കിൽ പ്രവൃത്തിയും ഭീകരതയുള്ളതാണ്, പ്രവൃത്തിയും തീവ്രതയുള്ളതാണ്. അതിൽ നിന്ന് മാറ്റി നിൽക്കാൻ ഒരിക്കലും 1-2 ദിവസം ഒരാൾക്ക് കഴിയും, പക്ഷേ 8 പതിറ്റാണ്ട് ഒരാൾക്ക് കഴിയില്ല. 80 വർഷം തീവ്രമായ ആശയം മസ്തിഷ്കത്തിലെത്തിയ ഒരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെയും അന്യായമായി കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടാക്കി. സയ്യിദ് അബുൽ അല മൗദൂദി ഇന്ത്യ വിഭജിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സർക്കുലർ ഉണ്ട്. രാജ്യം വിഭജിക്കുകയാണ്, രാജ്യം 2 കഷ്ണമായി മാറുകയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഏത് മനുഷ്യനും അഭയം തേടിയെത്തിയാൽ അവൻ ഹിന്ദുവാവട്ടെ മുസ്ലിമാവട്ടെ അവനെ സംരക്ഷിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്, അവന് വേണ്ടി പോരാടൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് സർക്കുലർ കൊടുത്ത നേതാവാണ് സയ്യിദ് അബുൽ അല മൗദൂദി. എന്ന് പറഞ്ഞാൽ കലാപവേളയിൽ, സംഘർഷവേളയിൽ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് സൗഹാർദ്ദം ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. 80 വർഷം ഈ തീവ്ര ആശയവും ഭീകരാശയവും പറയിട്ട് ഒരു തരം കലാപത്തിലും പങ്കെടുക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, 4000-ലധികം വർഗീയ കലാപങ്ങൾ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത കേസുകളുള്ള കലാപങ്ങളുണ്ട്. ആ കലാപത്തിൽ എവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് ഏതെങ്കിലും ഒരു കമ്മീഷൻ ഒരു വരിയെങ്കിലും രേഖപ്പെടുത്തിയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മറിച്ച് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയ, അവിടുത്തെ നഷ്ടപ്പെട്ട ജനതയ്ക്ക് വീടും ഭവനവും ഉണ്ടാക്കി കൊടുത്ത, അവിടുത്തെ ചികിത്സ നൽകിയ ആളുകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അതിലൊന്നാമത്തെ ലിസ്റ്റ് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഭീകരവാദം ഉന്നയിക്കാൻ ആശയപരമായി അതിന് ഭീകരതയുണ്ട് എന്ന് പറയുമെങ്കിൽ അത് യഥാർത്ഥത്തിൽ വ്യാജമാണ്. പ്രയോഗതലത്തിൽ 8 പതിറ്റാണ്ട് കാലം അത് തെളിയിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല. പിന്നെന്താണ്? പിന്നെ ഈ പറയുന്നവരുടെ അവസ്ഥ എന്താണ്? ഭീകരവാദവും തീവ്രവാദവും അതുപോലെ അക്രമവും ഉണ്ട്, വർഗീയതയുമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ലോകം പല സ്ഥലങ്ങളിലും ഭരിച്ച ആളുകളാണ്, പല സ്ഥലങ്ങളും ഭരിച്ച ആളുകളാണ്. എന്ന് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റുകൾ അവർ ഭരിച്ചിട്ടുണ്ടെന്ന്. വെസ്റ്റ് ബംഗാൾ ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ സമയത്ത് എത്ര മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്? അവരുടെ കമ്മ്യൂണിസ്റ്റ് ബംഗാളിന്റെ 30 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. ത്രിപുരയിൽ, അതുപോലെ തന്നെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയ ഒരു സംഘടനയാണ്. BJP ഒരു ഭാഗത്തുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. CPM-ന്റെ പേര് നിങ്ങൾക്ക് കാണാൻ കഴിയും. തങ്ങളോട് വിയോജിക്കുന്നവരെ അതിനിഷ്ഠൂരമായി കൊല ചെയ്ത് തങ്ങളുടെ അധികാരവും ആധിപത്യവും സമഗ്രാധിപത്യവും കെട്ടുറപ്പിക്കാൻ ജനാധിപത്യ സംസ്ഥാനങ്ങളിൽ പോലും അവർ തയ്യാറായിട്ടുണ്ട്. പിന്നെ സഖാവ് സ്റ്റാലിനും അതുപോലെ തന്നെ സഖാവ് ലെനിന്റെയും അതുപോലെയുള്ള ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എത്ര ആളുകളെ കൊന്നു എന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. കൊന്ന ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിലെ കൊന്നിട്ടില്ല എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക് പോലും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് സഖാവ് സ്റ്റാലിനും ലെനിനും ബോൾഷെവിക് റവല്യൂഷന് ശേഷം അവിടെ നടത്തിയ പരിഷ്കരണങ്ങളിൽ അനേകം മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ സന്ദർഭത്തിൽ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്ന സന്ദർഭത്തിൽ അവിടെ യുക്രൈനിലെ ഒരു ബോർഡറിൽ, റഷ്യയുടെ ബോർഡറിൽ ഒരു തോട്ടത്തിൽ നിന്ന് ധാരാളം തലയോട്ടികൾ കുഴിച്ചെടുക്കുകയാണ്. ഈ തലയോട്ടികൾ എന്ന് പറയുന്നത് മുമ്പ് കാലത്ത് സോവിയറ്റ് യൂണിയൻ അവിടെ നടത്തിയ കലാപങ്ങളിലും അവിടെ നടത്തിയ അടിച്ചമർത്തലുകളും കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ അസ്ഥികൂടങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 2024 പോലും അവർ കൊല ചെയ്ത മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ ഇനിയും വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന അത്ര ഭീകരമാണ് അവർ കൊല ചെയ്ത മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണ ക്യാമ്പസിൽ നിന്ന് ഇടിമുറിയിൽ തുടങ്ങിയ സഖാവ് സ്റ്റാലിൻ വരെ നിൽക്കുന്ന കൊലപാതകങ്ങളുടെ ഒരു പരമ്പര നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ വിയോജിക്കുന്നവരെയും എതിർക്കുന്നവരെയും നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നത് ആ സോവിയറ്റ് യൂണിയനിലേക്കോ കംബോഡിയയിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കേരളത്തിന്റെ ക്യാമ്പസുകളുടെ SFIയുടെ മാത്രം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ തൊട്ടടുത്തുണ്ട്, അതുപോലെ മഹാരാജാസ് കോളേജ് അപ്പുറത്തുണ്ട്. ഇവിടെയുള്ള കോളേജുകളിലൊക്കെ തങ്ങളോട് വിയോജിക്കുന്നവരെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ, SFIക്ക് ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ തങ്ങളോട് വിയോജിക്കുന്നവരെങ്ങനെ നേരിടുന്നുവെന്ന് നോക്കിയാൽ അതിൻ്റെ വലിയ നേതാക്കന്മാർ അവർക്ക് സമഗ്രാധിപത്യം നടപ്പിലാക്കാൻ കിട്ടിയ പ്രദേശങ്ങളിൽ എത്ര ഭീകരമായിട്ടാണ് ഇത് നടപ്പിലാക്കിയതെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ആരോപണങ്ങൾ ഒന്നും ഉന്നയിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി, ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഉന്നയിക്കുന്ന നിങ്ങളിൽ ഇതിൻ്റെ ധാരാളം എലമെന്റുകൾ ഉണ്ട് എന്ന്
ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പിന്നീട് പറയുന്നത് മതേതരത്വം അംഗീകരിക്കാത്ത പ്രസ്ഥാനമാണ്. മതേതരത്വം അംഗീകരിക്കാത്ത പ്രസ്ഥാനമാണ്. മതേതരത്വം എന്ന് പറയുന്ന ഇന്ത്യയിൽ സെക്യുലറിസത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നിർവചനം കൊടുത്തിട്ടുണ്ട്. എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന ഒരു സെക്യുലറിസമാണ്. യഥാർത്ഥത്തിൽ അതിന് ടോളറൻസ് എന്ന് നമുക്ക് പറയാം. ഈ സഹിഷ്ണുത, അതാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്. ഇതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് മൗലാന അബുല്ലൈസ് ഇസ്ലാഹി തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഥമ അമീർ ഇതുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ച് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മതേതരത്വത്തെ അംഗീകരിക്കുന്നു, അതല്ല മതേതരത്വം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മതനിഷേധമാണെങ്കിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വളരെ തുടക്കത്തിൽ എഴുതി വെച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ജനാധിപത്യത്തെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല എന്നാൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടത് ജനാധിപത്യം എന്ന് പറയുന്നത് എത്രത്തോളം കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നു എന്നത് നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ സമഗ്രാധിപത്യമാണ്, ജനാധിപത്യമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ലോകത്ത് എവിടെ ഭരിച്ചിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം സമഗ്രാധിപത്യത്തിന്റെ പ്രവണതകളാണ് അവർ കാണിച്ചിട്ടുള്ളത്. ജനാധിപത്യ പ്രവണതകൾ അവർക്കില്ല. ഇന്നും ഏക പാർട്ടി മാത്രമുള്ള രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. വേറെ പാർട്ടിക്ക് മത്സരിക്കാൻ പോലും പറ്റില്ല, ഒറ്റ പാർട്ടി. ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഇലക്ഷനാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേറെ പാർട്ടിക്ക് പോലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ചൈനയെ നമ്മൾ കാണാൻ കഴിയും. അതുപോലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ നടന്ന രാജ്യങ്ങളിൽ സർവാധികാരത്തോടുകൂടി ഏകാധിപത്യം നടപ്പിലാക്കിയ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ജനാധിപത്യം എന്ന വിഭാവനയെ യഥാർത്ഥത്തിൽ ബൂർഷാ ഡെമോക്രസി എന്നാണ് ഇവർ പറയുന്നത്. ഇതിലൊരു കാപട്യം അവർക്കുണ്ട്. തങ്ങൾ സിദ്ധാന്തപരമായി ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, സമഗ്രാധിപത്യത്തെ അംഗീകരിക്കുന്നവരാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമിയോ അതിൻ്റെ സംഘടനയുടെ ഇലക്ഷൻ ജില്ലാ, ഏരിയ, യൂണിറ്റ് തലങ്ങളിലൊക്കെ കഴിഞ്ഞ മാസങ്ങൾ നടന്നുപോയി. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഇലക്ഷൻ രീതി എങ്ങനെയാണ്? ജനാധിപത്യപരമാണ്. എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് അവരുടെ വോട്ട് ചെയ്ത് ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് നടത്തുന്ന ഇലക്ഷനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ജനാധിപത്യം മാനിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളിൽ ഒന്നാരാണ്? നിലമ്പൂരിൽ മത്സരിച്ച് തോറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധം എത്രയാണ് നമുക്കറിയാം. നിലമ്പൂരിൽ ഏരിയ കമ്മിറ്റി ഒരു പാനൽ അവതരിപ്പിച്ചു. ആ പാനലിന് റിബലായി അദ്ദേഹം മത്സരിച്ചത് കൊണ്ട് നിലമ്പൂരിൽ നിൽക്കാൻ പറ്റാതെ തൃപ്പൂണിത്തറയിൽ പോയി താമസിച്ച ആളാണ്. ജമാഅത്തെ ഇസ്ലാമിയിൽ ജനാധിപത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പാനലതിനെ മത്സരിച്ചാൽ നാട്ടിലെല്ലാം നിൽക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അവസ്ഥ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചവർ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചവർ, ജമാഅത്തെ ഇസ്ലാമിക്ക് മേൽക്കൈയുള്ള മഹല്ലുകളിൽ അതിൻ്റെ പ്രവർത്തന പരിധികളിൽ എവിടെയെങ്കിലും അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശം ഹനിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവർക്ക് ആ നാട് വിട്ടു പോടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അപ്പൊ അങ്ങേറ്റം ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനമാണ്. അതിൻ്റെ അഖിലേന്ത്യാ അമീറിൻ്റെ ഇലക്ഷൻ മുതൽ താഴെത്തട്ടിലെ ഇലക്ഷൻ വരെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ജനാധിപത്യ അഭിപ്രായം. പിന്നീട് ജനാധിപത്യത്തെ ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മഹാത്മാഗാന്ധി വിമർശിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ജനാധിപത്യത്തെ ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ജനാധിപത്യത്തിന് ചില പരിമിതികളുണ്ട്. ജനാധിപത്യം അതുപോലെ അള്ളാഹ് ശരിയും തെറ്റും നിയമിക്കാനുള്ള അധികാരം ദൈവത്തിനാണ്. അത് തീരുമാനിക്കാനുള്ള അധികാരം ദൈവത്തിനാണ്. പരമാധികാരം ദൈവത്തിനാണ്. അത് നടപ്പിലാക്കേണ്ട ജനവാദിത്യ വ്യവസ്ഥയിലൂടെയാണ് എന്ന് ശക്തമായി വാദിച്ച സയ്യിദ് അബുൽ അല മൗദൂദി, ജമാഅത്തെ ഇസ്ലാമി. ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ശരിയുടെയും തെറ്റിൻ്റെയും മാനദണ്ഡമാകാൻ ജനങ്ങൾക്ക് അർഹതയില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ട്. വേറെ പല ഭാഷകളിൽ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, പലരും ജമാഅത്തെ ഇസ്ലാമിയെ ക്രിട്ടിസൈസ് ചെയ്തത്, വിമർശിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ ജനാധിപത്യ മൂല്യങ്ങളെ പാലിക്കാതെയോ ജനാധിപത്യ സംവിധാനങ്ങളെ ആദരിക്കാതെയോ അല്ല ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. അത് തികഞ്ഞ വ്യാജ ആരോപണമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്കറിയാം ഈ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPIM-നെ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ആരോപണങ്ങളിലൂടെ തകരുന്നത് ഈ സംസ്ഥാനത്ത് പതിറ്റാണ്ടുകളായി കുഞ്ഞാലിമരക്കാർ, സാമൂതിരി, അതുപോലെ തന്നെ മമ്പുറം തങ്ങൾ, ഫസൽ പൂക്കോയത്തങ്ങൾ, ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ, അതുപോലെ പാണ്ടിയാട് നമ്പീശൻ,
തുടങ്ങി എല്ലാവരും തോളോട് തോള് ചേർന്ന് പോർച്ചുഗീസുകാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും കടലിലും കരയിലും രക്തം ഒഴുക്കി ജീവൻ കൊടുത്ത് സ്വന്തം ജീവൻ കൊണ്ട് ചിറകട്ടി സംരക്ഷിച്ച സ്വാതന്ത്ര്യവും സൗഹൃദവും തകർക്കുമ്പോൾ ഈ കേരളത്തില് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയാണ് ഇത്രമേൽ സാമുദായിക സഹവർത്തിത്വം ഉണ്ടായത്? നമ്മൾ വളരെ തുടക്കത്തിൽ ഈ സമര പോരാട്ടങ്ങളിൽ സൗഹൃദത്തെ കൂടി ഉൾപ്പെടുത്തി, സഹവർത്തിത്വത്തെ കൂടി ഉൾപ്പെടുത്തിയതാണ്. അതിനെ കടലിൽ വലിച്ചെറിയാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിൻ്റെ എല്ലാ എലമെന്റുകളെയും തച്ചു തകർക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സൗഹൃദത്തെയും സഹവർത്തിത്വത്തെയും തകർക്കുന്ന ഏർപ്പാടാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്, സംഘപരിവാറിന് ആവശ്യമായ വഴിയൊരുക്കുന്ന സമീപനമാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തത്, വ്യാജ ആരോപണങ്ങളിലൂടെ ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കി ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമാണ് CPM ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപരവൽക്കരിക്കുന്ന സമീപനമാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, വണ്ടൂർ നിയമസഭയെ പ്രതിനിധീകരിച്ച് 1996-2001 കാലയളവിൽ CPIM-ന്റെ ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ച കാര്യം ഇപ്പോൾ അടുത്ത് വെളിപ്പെട്ട് നമുക്കറിയാം. എത്രമാത്രം വിഷലിപ്തമായ വാദങ്ങളാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഈ വിഷലിപ്തമായ അജണ്ടകൾ പുറത്തു വരുന്നതോടുകൂടി അത് കേരളത്തിലെയും സാമൂഹ്യ അന്തരീക്ഷത്തെ, ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ എത്ര മാരകമായി പരിക്കേൽപ്പിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി CPM അവരുടെ ഭരണത്തിലിരിക്കുന്ന സന്ദർഭങ്ങളിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ക്രിസ്ത്യൻ സമൂഹത്തിൽ കാസ പോലെയുള്ള സംഘടനകളുടെ വികാസം എങ്ങനെ ഉണ്ടായതാണ്. കാസ എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ കാർമ്മികത്വം, അതിൻ്റെ നേതൃത്വം, അതിൻ്റെ ഓണർഷിപ്പ് സംഘപരിവാറിനാണെങ്കിലും യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ രൂപീകരണത്തിന്റെ പശ്ചാത്തലമൊരുക്കിയത് CPM-ന്റെ 9 വർഷത്തെ സമീപനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്യന്തം വിഷലിപ്തമായ അജണ്ടകൾ പുറത്തേക്ക് വരുന്ന സമീപനം അവർ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ അപകടങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിലും ഒരുപോലെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണങ്ങളും സത്യസന്ധമായി മതരാഷ്ട്രം, ജനാധിപത്യ വിരുദ്ധം, മതേതര വിരുദ്ധം, ഭീകരവാദികൾ, തീവ്രവാദികൾ തുടങ്ങിയ ഒരു ആരോപണവും സത്യസന്ധമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം ഇതുവരെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിമർശന വിധേയമാകേണ്ട ഒന്നാണ്. കാരണം കേരളത്തിൽ സംഘപരിവാറിന് ഏറ്റവും കൂടുതൽ മാസ്റ്റർ റോളുള്ള ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ ഇത്രമേൽ RSSന് തീരെഴുതി കൊടുക്കാൻ എങ്ങനെയാണ് ഒരു ഇടതുപെട്ട സർക്കാരിന് സാധിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. തൃശ്ശൂർ പൂരം കലക്കിയ സന്ദർഭവും വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരു ADGP-യുടെ നേതൃത്വത്തിൽ RSSന് വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഗുണഫലം കൊയ്തെടുത്തതാരാണ്? അതുപോലെ തന്നെ കേരളത്തിൽ സംഘപരിവാർ പ്രമാദമായ പല കേസുകളിലും പ്രതികളായിട്ടുണ്ട്. ആ കേസുകൾ പിടിക്കപ്പെടുന്ന സംഘപരിവാർ അനുകൂല പ്രതികളെ എങ്ങനെയാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ പ്രമാദമായ ഒരുപാട് മുസ്ലിം സമൂഹത്തിലെ ആൾ കൊല ചെയ്യപ്പെട്ട കേസുകളുണ്ട്. പ്രത്യേകിച്ച് റിയാസ് മൗലവി, അതുപോലെ ഫൈസൽ കൊടിഞ്ഞി വധങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതെങ്ങനെയാണ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ലീഡ് ചെയ്യുന്നത് എന്നെടുത്ത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയെ ഏറ്റവും കൂടുതൽ കേസുകളുടെ, ക്രിമിനൽ കേസുകളുടെ ആസ്ഥാനമാക്കി മാറ്റുന്നത് എങ്ങനെയാണ് തുടങ്ങിയതൊക്കെ പരിശോധിച്ചാൽ ഈരാറ്റുപേട്ടയെക്കുറിച്ച്, ആലുവയെക്കുറിച്ചെല്ലാം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ വന്ന് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി, അതുപോലെ ഉന്നതരായ ആളുകൾ, സൈബർ പോരാളികൾ പറയുന്നതല്ല ഞാൻ പറയുന്നത്. ഇത്തരം ആരോപണം ഉന്നയിക്കാൻ എന്നു മാത്രമല്ല, ഇതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിൽ ഏറ്റവും വിഷലിപ്തമായ പ്രസ്താവനകൾ നടത്തുന്ന ആളുകൾ നമുക്കറിയാം. എല്ലാ ദിവസവും വിഷലിപ്തമായ പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്ന ആളുകൾ, അവർക്കെതിരെ കേസെടുക്കാൻ, അവരെ അറസ്റ്റ് ചെയ്യാൻ, അവർക്കെതിരെ FIR ചുമത്താൻ ഒരിക്കലും കേരളത്തിലെ പോലീസ് വകുപ്പ് തയ്യാറാകാത്ത എന്തുകൊണ്ടാണ്? ഇത്രയും വിഷലിപ്തമായ അജണ്ടകൾക്ക് അന്തരീക്ഷമൊരുക്കുന്ന സമീപനമാണ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തില് ഇവിടത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അത് അത്യന്തം അപകടകരമാണ്. ഏറ്റവും കൂടുതൽ വംശഹത്യകൾ നടന്ന ഗുജറാത്തിലും UP-യിലും മഹാരാഷ്ട്രയിലുമൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ പോലീസിന്റെ കൂടി പങ്കാളിത്തത്തോടെയല്ലാതെ ഒരു വർഗീയ കലാപങ്ങളും ഈ രാജ്യത്ത് നടക്കുകയില്ല. ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തത് പോലീസ് സംവിധാനങ്ങളാണ്.
എന്ന് പറഞ്ഞാൽ ലിഞ്ചിങ്ങിനും വർഗീയ കലാപങ്ങൾക്കും പാകപ്പെടുന്ന രീതിയിൽ ഇവിടുത്തെ സാമൂഹ്യ മനസ്സിനാദ്യം മാറ്റിയെടുത്തു. അതിനാവശ്യമായ പോലീസ് സംവിധാനങ്ങൾ ഒരുക്കി, നിയമ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് എന്തൊക്കെ രീതിയിലാണോ സംഘപരിവാർ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്, അതിനാവശ്യമായ എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഈ 9 വർഷം കൊണ്ട് CPM കേരളത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്, നടപ്പാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും അപകടകരമായ രീതിയിൽ കേരളത്തിൽ RSSന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടായി എന്ന് പറയുന്നത്, അതും ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും കൂടുതൽ RSSനെ എതിർക്കുന്നു എന്ന് മേനി നടിക്കുന്ന ഒരു ഭരണകൂടവും ഒരു പ്രത്യയശാസ്ത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളുടെ രാജ്യത്താണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കേരളത്തില് യഥാർത്ഥത്തിൽ സഖാക്കള് യഥാർത്ഥത്തിൽ പാർട്ടി വിദ്യാഭ്യാസം പഠിക്കുന്നത്, ഞങ്ങൾക്ക് ഏതൊക്കെ നേതാക്കളുണ്ട്, ഏതൊക്കെ ആളുകളുണ്ട്, ഏതൊക്കെ ഭരണാധികാരികൾ, എവിടൊക്കെ കമ്മ്യൂണിസം ഭരിച്ചു എന്നൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടിമുറിയിൽ നിന്നല്ല, ഇരുട്ടുമുറിയിൽ നിന്നാണ്. ഇരുട്ടുമുറിയിൽ നിന്ന് അവർ വേറിട്ട് വിളിക്കുന്ന കാര്യങ്ങൾ, അവർ വിജ്ഞാനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്യുന്ന ഇടതുപക്ഷ വിദ്യാഭ്യാസം അവിടെ നിന്നാണ് കിട്ടുന്നത്. എന്താണ് യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ റോൾ എന്ന് പറയുന്നത്, എന്താണ് ഇടതുപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നത്? ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇടതുപക്ഷം തകരണം എന്നൊരാഗ്രഹം ഇവിടെ ഇല്ല. ഇടതുപക്ഷത്തെ നിരൂപണം ചെയ്യുന്നത്, വിമർശന വിധേയമാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ റോളിൽ ഇടതുപക്ഷം ഉയർന്നു നിൽക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ്. നിങ്ങളത് നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല, കേരളീയ സമൂഹം മുഴുവൻ അതിന് വില കൊടുക്കേണ്ടി വരും എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഗുണകാംക്ഷയോടുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യം വെച്ച് നിങ്ങളുടെ നയങ്ങളെ പുനഃപരിശോധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ നയങ്ങൾ തിരുത്തണം എന്നാണ് പറയാനുള്ളത്. തിരുത്തിയില്ല എങ്കിൽ പശ്ചിമ ബംഗാളും ത്രിപുരയും അടക്കം എന്തു സംഭവിച്ചു എന്ന് നമുക്കറിയാം. 24 മണിക്കൂറിൽ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ വെസ്റ്റ് ബംഗാളിലെ പല CPMന്റെ ഓഫീസുകളും എങ്ങനെയാണ് BJPയിലേക്ക് കൺവേർട്ട് ചെയ്തത് എന്ന് നിങ്ങൾ പഠനം നടത്തേണ്ടതാണ്. സീരിയസ് ആയി പഠനം നടത്തേണ്ടതാണ്. തങ്ങൾക്ക് സിന്ദാബാദ് വിളിച്ച, ഇൻകുലാബ് വിളിച്ച സഖാക്കൾ 24 മണിക്കൂർ കൊണ്ട് കാവിപ്പതാക പുതക്കാൻ പാകത്തിൽ എങ്ങനെ മനസ്സ് രൂപപ്പെട്ടു വന്നത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതാണ് കേരളത്തിലും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അപകടകരമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കേരളത്തിന്റെ ഫാബ്രിക്സ് മാത്രമല്ല, നിങ്ങളുടെ സെക്യുലറിസത്തിന്റെ കെട്ടുറപ്പും ഇല്ലാതെയായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങളിൽ പതറുന്ന പ്രസ്ഥാനമല്ല, ഈ വിമർശനങ്ങളിൽ കുലുങ്ങുന്ന പ്രസ്ഥാനമല്ല. 7.5 പതിറ്റാണ്ടിലധികമായി ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ തുല്യതയില്ലാത്ത മാതൃകൾ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇവിടത്തിന്റെ നിയമത്തിന്റെ അതുപോലെ തന്നെ നിയമത്തിന്റെയും ഭരണകൂടത്തിന്റെയും ഒത്താശയോടുകൂടി നിരപരാധികളായ അനേകം ചെറുപ്പക്കാർ ജയിലറകളിൽ തളക്കപ്പെട്ടിട്ടുണ്ട്. നിരപരാധികളായ മനുഷ്യർ, സ്വന്തം നാടിന്റെ ഗന്ധം നിഷേധിക്കപ്പെട്ട മനുഷ്യർ, അനേകം ചെറുപ്പക്കാർ ഇന്ത്യയുടെ ജയിലറകളിലാണ്. 10-20 വർഷം ജയിലറകളിൽ കഴിഞ്ഞ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്തുവിടുകയാണ്. 10-15 കൊല്ലം 20 കൊല്ലം അവർ സഹിച്ച ഏകാന്തവാസത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഈ രാജ്യത്തെ ഒരു സംവിധാനത്തിനും സാധിക്കില്ല. അങ്ങനത്തെ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് നിയമസഹായത്തിന്റെ കൈയായി, സൗഹൃദത്തിന്റെ, സാഹോദര്യത്തിന്റെ, സാന്ത്വനത്തിന്റെ സ്പർശമായി, നിയമസഹായത്തിന്റെ ഗൈഡുമായി ആ മനുഷ്യരുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. അനേകം മനുഷ്യർക്ക് നിയമസഹായം നൽകുകയാണ്. നിരപരാധികളായ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ്. അവർക്ക് കേസ് വാദിക്കാൻ ഒരു വക്കീലിനെ വെക്കാൻ പണമില്ല. കേസ് വാദിക്കാൻ അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾ തടവറയിലാക്കിയതെന്ന് അവർക്കറിയില്ല. അങ്ങനത്തെ മനുഷ്യരെ കണ്ടുപിടിച്ച് ആ മനുഷ്യർക്ക് നിയമത്തിൻ്റെ സഹായം നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ നിരപരാധികളുടെ നീതി ലഭ്യമാക്കുവാൻ വേണ്ടി, അവർക്ക് നീതി ലഭ്യമാക്കുവാൻ വേണ്ടി അഹോരാത്രം പോരാടുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് വെറുപ്പും വിദ്വേഷം വിതച്ച് അതിൻ്റെ ഇന്ധനം കൂടുതൽ അതിലേക്ക് ഇന്ധനം ഒഴിച്ച് അത് ആളിക്കത്തുമ്പോൾ അതിൻ്റെ മൂലധനത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ, സംഘപരിവാർ ഈ രാജ്യം ഭരിക്കുന്ന സന്ദർഭത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും
അന്തരീക്ഷം സമൂഹത്തിൽ രാജ്യത്ത് വ്യാപിപ്പിക്കണം എന്ന് പ്രസംഗിക്കുക മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. ആയിരക്കണക്കിന് സദ്ഭാവന മഞ്ചുകൾ ഈ രാജ്യത്ത് രൂപീകരിച്ചു, സൗഹൃദവേദികൾ രൂപീകരിച്ചു. മഹല്ലുകൾ തോറും ഗ്രാമങ്ങൾ തോറും ഹിന്ദുവിനെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ചേർത്ത് നിർത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു. ഉത്തരേന്ത്യൻ കല്ലുകളിൽ പരസ്പരം സംഘർഷപ്പെടുന്ന സമൂഹത്തിന്റെ മുന്നിലേക്ക് സ്നേഹവും സൗഹൃദവും പാരസ്പര്യവും എന്താണെന്ന് പഠിപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു. അതുപോലെ തന്നെ സേവനത്തിന്റെ ഒരു തുല്യതയില്ലാത്ത മാതൃകയാണ് ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ചത്. നീതിക്ക് വേണ്ടി, സൗഹൃദത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ സത്യസാക്ഷ്യം നിർവഹിക്കണമെന്നാണ് ഈ പ്രസ്ഥാനം അതിന്റെ പ്രവർത്തകരോട് പറഞ്ഞത്. അതുകൊണ്ടാണ് കലാപകലുഷിതമായ ഭൂമിയിലൂടെ ഒറ്റക്കാണെങ്കിലും ഇറങ്ങിച്ചെന്ന് സമാധാനത്തിന്റെ സന്ദേശം വഹിക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തകനെയും ബോധ്യപ്പെടുത്തുന്നത്, ബാധ്യതപ്പെടുത്തുന്നത് അതിന്റെ ആഹ്വാനമാണ്. സേവന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ബുൾഡോസർ ഉപയോഗിച്ച് RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ നാണയത്തിന്റെ മറുവശങ്ങളാണ് എന്ന് പറയുന്നവർ RSSന്റെ ഭീകരതയെ, RSSന്റെ കലാപകലുഷിതമായ വിഷലിപ്തമായ ആദർശത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഗുരുതരമായ അപകടം RSS സാധുവാണെന്ന് സമർത്ഥിക്കലാണ്, RSSന് പാദസേവ ചെയ്യലാണ്. ആരാണ് RSS എന്ന് പറയുന്നത്? എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്? അനേകം നിരപരാധികൾ ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് കുട്ടികളെയും അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളെയും തെരുവിലേക്ക് തള്ളിയിടുന്ന പ്രത്യയശാസ്ത്രമാണ് RSS എന്ന് പറയുന്നത്. അങ്ങനെ തള്ളിയിട്ട മനുഷ്യരെ കൂരയൊരുക്കി ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം, പാവപ്പെട്ട മനുഷ്യരെ പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് ആ മനുഷ്യരെ മോബ് ലിഞ്ചിങ്ങിന് വിധേയമാക്കുന്ന, ഇഞ്ചിഞ്ചായി കൊല ചെയ്യുന്ന മനുഷ്യർ, അവർ ആർത്തട്ടഹസിച്ച് നിലവിളിക്കുമ്പോൾ പോലും അവരെ ഇഞ്ചിഞ്ചായി കൊല ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് RSS എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ എടുത്തു നോക്കുക, തെരുവിൽ തണുപ്പ് കൊണ്ട് ഫ്രീസായി പോകേണ്ട മനുഷ്യരെ കമ്പിളി പുതപ്പ് കൊണ്ട് ചേർത്ത് പിടിക്കുന്ന മനുഷ്യ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന് മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത പ്രത്യയശാസ്ത്രം, മറ്റൊന്ന് മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു ആദർശം. ഈ ആദർശത്തെ, അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയാൽ ലോകത്തെ മുഴുവൻ ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്ന മനുഷ്യത്വത്തിന്റെ ഏറ്റവും ആഴം കണ്ട വചനം ലോകത്തെ പഠിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇതിനെ പ്രമാണമായി അതിന് അക്ഷരത്തിന് ഒരു കുറവും വരുത്താതെ, അതിൻ്റെ ആശയത്തിന് ഏറ്റക്കുറച്ചിൽ വരുത്താതെ, ആ അക്ഷരങ്ങളെയും ആശയങ്ങളെയും ഈ രാജ്യത്ത് പ്രതിനിധാനം ചെയ്യുന്ന 8 പതിറ്റാണ്ടായി അതിൻ്റെ പ്രകാശം ഇതിൻ്റെ ഓരോ പ്രവർത്തകരുടെയും ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും RSSും സമമാണെന്ന് പറയുന്നവർ എന്താണ് RSS എന്ന് പറയണം. എന്താണ് RSS ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളെന്ന്, എന്താണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളെന്ന് അവർ വെളിപ്പെടുത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. നമുക്കറിയാം, അനന്തര ഇന്ത്യയിൽ 4000-ലധികം വംശഹത്യകൾ നടത്തിയ ആ വംശഹത്യകളിൽ 80% പ്രതികളും RSSന്റെ പ്രതികളാണ്, സംഘപരിവാറിന്റെ പ്രതികളാണ്. അവരാണ് കലാപത്തിൽ കക്ഷിയേറുന്നത്, അവരാണ് നിരപരാധികളെ കൊന്നത്, അവരാണ് ഒരാളെ കൂട്ടബലാത്സംഗം ചെയ്തത്, മാറി മാറി ബലാത്സംഗം ചെയ്തത്, ഈ രാജ്യത്തൊരു MP-യെയും കുടുംബത്തെയും ചുട്ടുകരിച്ചത്. ഇങ്ങനെ തുടങ്ങി എല്ലാം നമുക്ക് കാണാൻ കഴിയും. അതേസമയം അനേകം നിർഭര മനുഷ്യരെ, അനേകം നിരാലംബരായ മനുഷ്യരെ, അഗതികളും അനാഥരയുമായ മനുഷ്യരെ ഈ രാജ്യത്തിന്റെ ഏതൊക്കെ ഗ്രാമങ്ങളിലുണ്ടോ അവരെ തെരഞ്ഞുപിടിച്ച് അവരെ ജീവിതത്തിന്റെ സ്വപ്നവും കിനാവും പകർന്നു നൽകിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സത്യസന്ധമായി അഭിമുഖീകരിക്കുക. നിങ്ങൾക്കിതിനെ പഠിക്കാം, നിങ്ങൾക്കിതിനെ വായിക്കാം, ഇതിനെ മനസ്സിലാക്കാം. ഒരു പ്രാവശ്യമെങ്കിലും സത്യസന്ധമായി ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ പഠിക്കണം, വായിക്കണം. നിങ്ങൾക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല, വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ധൈര്യസമേതം നിങ്ങൾക്ക് വിയോജിക്കാം. അതല്ല, നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന അനേകം പ്ലാറ്റ്ഫോമുകൾ ഇതിൻ്റെ പ്രവർത്തന പദ്ധതിയിലുണ്ടെങ്കിൽ സാധ്യമാകുന്നത്ര പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചേർന്ന് നിൽക്കണം. സത്യസന്ധമായി ഈ പ്രസ്ഥാനത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. വ്യാജങ്ങളും പച്ചക്കള്ളങ്ങളും അർദ്ധസത്യങ്ങളും നെയ്തുവിട്ടുകൊണ്ട് ഈ സമൂഹത്തിന്റെ സുരക്ഷിതമായ അന്തരീക്ഷത്തെ തകർത്ത് നിങ്ങളിവിടെ വിരാജിക്കുമ്പോൾ വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന് എല്ലാ ദിവസവും 40-500 പ്രാവശ്യം വഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് വ്യക്തമാക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണം ജമാഅത്തെ ഇസ്ലാമിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയെങ്കിലും ലഘുവായൊരു ആരോപണമെങ്കിലും നിങ്ങൾ ഉന്നയിക്കണം. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്ന എതിർ ഡയറക്ഷനുള്ള മൂല്യങ്ങളെയെല്ലാം
ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽ ചാർത്തിക്കൊണ്ട് RSSനെ ലഘൂകരിക്കുന്ന സംഘപരിവാറിന്റെ വിഷലിപ്തമായ അജണ്ടകളെ ലഘൂകരിക്കുന്ന പ്രോസസ്സാണ് കേരളത്തിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അപകടം ചെയ്യും. നിങ്ങളെ കാലിനടിയിൽ അവസാനത്തെ മണൽത്തരിയും ഒലിച്ചു പോകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന ക്യാപ്സൂൾ കൊണ്ട് ആ മണ്ണൊലിപ്പ് തടയാൻ കഴിയില്ല എന്ന ബോധ്യം നിലമ്പൂർ ഇലക്ഷന് ശേഷമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് സ്നേഹബുദ്ധിയ ഗുണകാംക്ഷയോടുകൂടി നിങ്ങളോട് പറയാനുള്ളത്, ഉണർത്താനുള്ളത്. അതുകൊണ്ട് സൗഹൃദാന്തരീക്ഷത്തെ നമ്മളെല്ലാവരും ചേർന്ന് പടുത്തുയർത്തിയതാണ്. പടുത്തുയർത്തിയവരാണ് ഹിന്ദുവും മുസ്ലിമും അതുപോലെ ഇടതുപക്ഷവും എല്ലാവരും ഈ സാമുദായിക സൗവർത്തിത്വത്തിൽ അവരുടെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ സംസ്ഥാനത്തിന്റെ, ഈ ദേശത്തിന്റെ ഭൂതകാലം എന്ന് പറയുന്നത്. ആ ഭൂതകാലത്തിലേക്ക് നിങ്ങൾ മടങ്ങുക, അതിലേക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഏൽപ്പിക്കുക. അതല്ല കേരളത്തിൽ ഏറ്റവും വിഷലിപ്തമായ സാമുദായിക സൗഹൃദത്തിന് കടക്കൽ വെത്തിവെച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന് നേതൃത്വം നൽകിയവരായിരുന്നു CPM-ന്റെ 2025 വരെയുള്ള ആ 2016 മുതൽ 2026 വരെയുള്ള നേതാക്കന്മാർ എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിലൊന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നിങ്ങളുടെ മാത്രം നേതാക്കന്മാരുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ഇടവരുത്തരുത് എന്ന് നിങ്ങൾ നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് സ്നേഹബുദ്ധിയ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി സൗഹൃദത്തിന്റെയും സാവർത്തിത്വത്തിന്റെയും അന്തരീക്ഷത്തിലേക്ക് ഒരുമിച്ച് നീങ്ങാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് തയ്യാറാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അത് തടസ്സമില്ല. അതിന്റെ ഉദാഹരണമാണല്ലോ നിങ്ങൾക്കുള്ള MP-മാരിൽ ഏകദേശം 70% കേരളത്തിന് പുറത്താണ്. ആ പുറത്തുള്ള MP-മാരെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ചവരാണ്. അതിന്റെ പിന്തുണയിൽ നന്ദി അറിയിച്ചവരാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് ബില്ലിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളിൽ വെസ്റ്റ് ബംഗാളിൽ ഒരുമിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും അതുപോലെ വെസ്റ്റ് ബംഗാളിലെ പാർട്ടി സെക്രട്ടറിയുമാണ്. അതുപോലെ കോയമ്പത്തൂരിൽ ഇങ്ങനെയുള്ള രാജസ്ഥാനിൽ ഒക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ പാർട്ടി സെക്രട്ടറിയും ജമാഅത്ത് അമീറും മസ്തുമത് സംഘടനകളെല്ലാം ഒരുമിച്ചുകൊണ്ട് ഈ നിയമത്തെ എതിർക്കുന്ന കാഴ്ച കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങളുടേത് കാപട്യമാണ്, ശുദ്ധ കാപട്യമാണ്. ഒരു ഭരണ തുടർച്ച എങ്ങനെയെങ്കിലും ഏത് നെറികേട് കാണിച്ചെങ്കിലും കിട്ടണമെന്ന അജണ്ടക്കനുസരിച്ച് മാത്രമാണ് നിങ്ങൾ തിരക്കഥ എഴുതുന്നത്. പക്ഷേ ഇതിന്റെ അവസാനത്തെ ഡയറക്ഷനും പ്രൊഡ്യൂസിംഗും നിർവഹിക്കുക സംഘപരിവാറായിരിക്കുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.